ഓം ശാന്തി. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു കലയാണ്. പലരുടെയും പരാതിയാണ് ദേഷ്യം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അനിയന്ത്രിതമായിട്ട് പലപ്പോഴും അത് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത ദേഷ്യം വന്നു പോകുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ കരഞ്ഞു പോവും, എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും, ഞാൻ പെട്ടെന്ന് മൂഡ് ഓഫായി പോവും. ഇങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാനാവാത്തതിൻ്റെ പരാതി കുറേ ആളുകളായി എൻ്റെ അടുത്ത് പറയുന്നു. ഇന്ന് അവർക്ക് വേണ്ടി ഒന്നാമത്തെ കാര്യം പറയാട്ടോ, ഏറ്റവും നല്ല മനസ്സിനെ നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. സ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു കൊച്ചു കഥ എന്ന് ഞാൻ പറയുകയാണ്. ഒരു ഗ്രാമത്തിലൊരു ബാലകൻ, അവനും നിങ്ങളീ പറയുന്ന പോലെയായിരുന്നു. പഠിക്കാനിരിക്കുമ്പോൾ മനസ്സ് ഏകാഗ്രമാവില്ല. പഠിക്കാൻ തുടങ്ങുമ്പോൾ കൂട്ടുകാരെക്കുറിച്ച് ഓർമ്മ വരും, കളിക്കാൻ തുടങ്ങുമ്പോൾ പഠിക്കുന്നതിനെക്കുറിച്ച് ബോധം വരും. വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്കൂളിൽ എന്ത് സുഖമാണെന്ന് വിചാരിക്കും. സ്കൂളിലിരിക്കുമ്പോൾ ഇതൊക്കെ ക്ലാസ്സൊക്കെ ബോറടിക്കണം, എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്ന് തോന്നിപ്പോവും. ഇങ്ങനെ എവിടെ ഇരിക്കുന്ന അവിടെ മനസ്സ് നിൽക്കാതെ ഓടി നടക്കുന്നൊരു കുട്ടി. അവസാനം അവന് മനസ്സിൻ്റെ മേലെ നിയന്ത്രിക്കാനാവുന്നില്ല. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വളരെ വലുതാണ്. എനിക്കെൻ്റെ ലൈഫിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരണമെന്ന് അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഈ മനസ്സിൻ്റെ അവസ്ഥ കൊണ്ട് എനിക്കാവില്ല എന്നവന് തോന്നാൻ തുടങ്ങി. അങ്ങനെ അവൻ സങ്കടപ്പെട്ട് ആ ഗ്രാമത്തിൻ്റെ അരികിലൂടെ ഒഴുകുന്ന ഒരു പുഴയോരത്തൊരു ദിവസം ഇങ്ങനെ വിഷമിച്ച് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതിലൂടെ പോയതായിട്ടുള്ള വയസ്സനായ ഒരാൾ ഒരു പാറയുടെ മേലെ ഒറ്റയ്ക്ക് വിഷമിച്ച് ഇങ്ങനെ പുഴയിലേക്ക് നോക്കി ഇങ്ങനെ ഓരോ കല്ലും എടുത്ത് ഇട്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ പോയി ചോദിച്ചു, മോനെ എന്ത് പറ്റി നിനക്ക് എന്ന് പറയും. ഇല്ല അങ്കിളെ, എൻ്റെ മനസ്സിന് ഭയങ്കര വിഷമമാണ്. എനിക്ക് വലിയ ആളാവാനുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പക്ഷേ എനിക്കൊരിക്കലും പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യുന്ന കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നിലേക്ക് മനസ്സ് ഓടിക്കൊണ്ടേയിരിക്കും. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നാളെ നീ ഒരു കാര്യം ചെയ്യ്, വൈകുന്നേര സമയത്ത് നമ്മുടെ സിറ്റിയിൽ കുറേ ആൾക്കാരുണ്ടാവുന്ന സമയമല്ലേ, ആ സമയത്ത് അവിടെയുള്ളതായിരിക്കുന്ന ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ ഞാനുണ്ടായിരിക്കും, നീ വരണമെന്ന് പറയും. ആ പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് കൃത്യമായിട്ട് സന്ധ്യയ്ക്ക് അവനെത്തി. ജീവിതത്തെ മാറ്റിമറിക്കാനൊരു പുതിയ വിദ്യ കിട്ടതിൻ്റെ സന്തോഷത്തോടു കൂടി അവൻ എത്തിച്ചേർന്നത്. അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് ഇയാളൊരു ഗ്ലാസ്സിൽ ഫുള്ള് വെള്ളം, നിറച്ച് വെള്ളം എടുത്ത് കൊടുത്തു അവൻ്റെ കയ്യിൽ. എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യ്, നീ നമ്മുടെ ഈ ഗ്രാമവഴിയുടെ അറ്റത്ത് പോയിട്ട് നീ ഇരുന്ന പുഴയോരുണ്ടല്ലോ അതിൻ്റെ അടുത്ത് വരെ പോയിട്ട് ഒന്ന് തിരിച്ചിങ്ങോട്ടേക്ക് വാ. പക്ഷെ ഒറ്റ കാര്യം മാത്രം കേട്ടോ, ഇതിലെ വെള്ളം ഒരു തുള്ളി പോലും തുളുമ്പിപ്പോവരുത് എന്ന് പറയും. അവൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി. പക്ഷേ അവൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അപ്പുറത്തുനിന്ന് നായ കുരച്ചപ്പോൾ അവൻ നോക്കണം എന്ന് വിചാരിച്ചു, നോക്കാൻ സാധിച്ചില്ല. നായ ഇങ്ങോട്ട് വരണ്ടോയെന്ന് അവന് തോന്നിപ്പോയി, കുറച്ചൊന്ന് തുളുമ്പിപ്പോയി. അപ്പോഴത്തേക്ക് അവൻ വിചാരിച്ചു വെള്ളം പോരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഗ്ലാസ്സിലെ വെള്ളം ശ്രദ്ധിച്ചു പിടിച്ച് പതുക്കെ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാർ കളിക്കുന്നതായിട്ടുള്ള ശബ്ദം അവൻ കേട്ടു. പെട്ടെന്ന് അവന് നോക്കണം തോന്നിപ്പോയി, ഒന്നുകൂടെ വെള്ളം തുളുമ്പി, കുറച്ച് വെള്ളം പുറത്തു പോയി. അപ്പോഴേക്കും അവന് ഓർമ്മ വന്നു, ഈ വെള്ളം പോവാതെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവനതൊന്നും നോക്കിയില്ല, മുന്നോട്ട് പോയി. അങ്ങനെ പുഴയോർത്ത് എത്താൻ പോയ സമയത്ത് മുന്നിലുള്ളതായിട്ടൊരു ചെറിയ കല്ലിൽ അവൻ്റെ കാല് തട്ടി അവൻ വീഴാൻ പോയി, കുറച്ച് വെള്ളം തുളുമ്പിപ്പോയി. അപ്പോഴും അവൻ പറഞ്ഞു, അയ്യോ വെള്ളം പോവാതെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ ഞാൻ ശ്രദ്ധിച്ചു നോക്കി നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വന്നു. അങ്ങനെ തിരിച്ച് ആ വെള്ളവും കൊണ്ട് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും പലരും അവനെ കണ്ട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അവന് പലരെയും രൂപം ഭാവമൊക്കെ അവൻ കണ്ടു. അവന് തോന്നി അവരറിയുന്നവരാണെന്ന്. നോക്കാൻ അവന് പേടി വന്നു, കാരണം ഈ വെള്ളം തുളുമ്പിപ്പോവരുതല്ലോ എന്ന്. അങ്ങനെ അവസാനം ഈ വെള്ളം കൊണ്ട് അവൻ അടുത്തെത്തുമ്പോഴത്തേക്കും ആ ഗ്ലാസ്സിൽ ഒരു കുറച്ച് വെള്ളം, ഒരു 10% ആ ഗ്ലാസ്സിലെ വെള്ളം പോയി കഴിഞ്ഞിട്ടുണ്ട്. അവൻ കൊണ്ടുവന്നു. സന്തോഷത്തോടെ ഈ വെള്ളം ആ മുത്തശ്ശൻ്റെ അടുത്തേക്ക് നീട്ടി പറഞ്ഞു, ഇതാ അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ചെയ്തു, ഇനി എനിക്ക് പറഞ്ഞു താ വിദ്യ എന്ന്. അപ്പോൾ പറഞ്ഞു, നീ ഒരു കാര്യം പറയ്, നീ ഈ പോയ സമയത്ത് നിൻ്റെ അടുത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ തുളുമ്പിപ്പോയി കാണുന്നുണ്ടല്ലോ, വെള്ളം പോവാതെ തരണം എന്നല്ലേ നിന്നോട് ഞാൻ പറഞ്ഞതെന്ന് പറയും. അതെന്തുകൊണ്ടാണെന്നറിയോ, ഞാൻ പോകുന്ന സമയത്ത് ഒരു നായ കുരയ്ക്കുന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ പോയി. അപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്നു, ഇത് വെള്ളം പോകരുതല്ലോ. അപ്പോൾ കുറച്ച് തുളുമ്പിപ്പോയി, എന്നാലും വെള്ളം പോയി, എനിക്ക് കാണാൻ പറ്റില്ല നായ കുരച്ചത്. എൻ്റെ കൂട്ടുകാർ കളിക്കുന്ന ശബ്ദം കേട്ടു, ഇങ്ങനെ കല്ലിൽ തട്ടിപ്പോയി. അപ്പോഴെല്ലാം എനിക്ക് എൻ്റെ ശ്രദ്ധ പോകുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി വെള്ളം പോകുമെന്നുള്ള വിചാരത്തിൽ ഞാൻ ഇതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നുവെന്ന്. അപ്പോൾ പറയും, ഇതാണ് മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ളതായിരിക്കുന്ന വിദ്യ. എപ്പോഴെങ്കിലും അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ മറ്റാരും നിന്നോട് പറഞ്ഞില്ല, നീ അങ്ങോട്ട് ചിന്തിക്കല്ലേ എന്നാരും പറഞ്ഞില്ല. നീ സ്വയം തന്നെ ഒരു കാര്യത്തിൽ ലക്ഷ്യം വെച്ചതുകൊണ്ട് നിനക്ക് നിൻ്റെ മനസ്സിനെ അതിലേക്ക് മാത്രം കൊണ്ടുവരാനും മറ്റൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യാതെ തിരിച്ചെൻ്റെ അടുത്ത് വരാനും സാധിച്ചു.
അതുപോലെയാണ് ജീവിതയാത്ര. നീ എപ്പോഴാണോ മനസ്സിനൊരു ലക്ഷ്യം കൊടുക്കുന്നത്, ആ ലക്ഷ്യം എന്നൊരു സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റെല്ലാ വശത്തുനിന്നും മനസ്സ് ഓടി മാറാൻ നോക്കുമ്പോൾ ആ ലക്ഷ്യം ഓർമ്മിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ ലക്ഷണം തന്നെത്താൻ വരുമെന്ന്. അതുകൊണ്ട് ഈ ജീവിതയാത്രയിൽ നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു ലക്ഷ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പോകുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളെയും മാറ്റിവെക്കാനായിട്ട് സാധിക്കും. ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൽ പെർഫെക്ഷൻ ഇൻ ഹ്യൂമൻ ലൈഫ് എന്നുള്ളതിൻ്റെ സിമ്പിളായിക്കൊണ്ട് ലക്ഷ്മി നാരായണനെയാണ് ഈശ്വര വിശ്വവിദ്യാലയത്തിൽ നമ്മളെ ലക്ഷ്യമായി നമ്മൾ തിരഞ്ഞെടുക്കുക. ലക്ഷ്മി മീൻസ് 16 കലാ സമ്പൂർണയായ സർവ്വഗുണങ്ങൾ നിറഞ്ഞതായിരിക്കുന്ന ഒരു പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു ലേഡി. നാരായണൻ മീൻസ് 16 കലാ സമ്പൂർണനായ സർവ്വഗുണ സമ്പന്നനും സമ്പൂർണ്ണ നിർവികാരിയും മര്യാദ പുരുഷോത്തമനുമായിരിക്കുന്ന 100% പെർഫെക്റ്റ് ആയിരിക്കുന്ന പുരുഷൻ. ഓരോ സ്ത്രീയും തൻ്റെ ലൈഫിൽ പെർഫെക്ഷൻ എന്ന ലക്ഷ്യത്തോടെ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഒരു പക്ഷേ നമ്മുടെ ലൈഫിൽ പഴയ സ്വഭാവങ്ങൾ ഉണർന്നു വരുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വന്നേക്കാം, ചിലപ്പോൾ സങ്കടം വന്നേക്കാം, ചിലപ്പോൾ മൂഡ് ഓഫ് വന്നേക്കാം. അപ്പോഴെല്ലാം നമ്മൾ ഓർമ്മപ്പെടുത്തും, അരുത്, ഈ യാത്ര ഇത് വീണ്ടും വീണ്ടും വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ യാത്ര മുന്നോട്ടായിരിക്കില്ല പിന്നോട്ടായിരിക്കും എന്ന്. ആ ഒരു അവയർനെസ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി പതിയെ ഇതിൻ്റെയൊക്കെ ഇൻറ്റൻസിറ്റി കുറച്ച് ദേഷ്യം വരുന്നതിൻ്റെ ആദ്യം വരുമ്പോൾ കൺട്രോൾ ചെയ്യും, വരും, മനസ്സിൽ വരും, ചിലപ്പോൾ മുഖത്ത് വരെ വരും, അപ്പോഴത്തേക്കും കൺട്രോൾ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അത് മാറി പതുക്കെ മുഖത്ത് വരാത്ത രീതിയിൽ ഉള്ളിൽ വരാൻ തുടങ്ങും. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനെ ശാന്തമായിക്കൊണ്ട് നേരിടാനുള്ളതായിട്ടുള്ള ശക്തി നമുക്ക് ലഭിക്കും. റെഗുലർ പ്രാക്ടീസിലൂടെ, നിരന്തരമായ അഭ്യാസത്തിലൂടെ മനസ്സിനെ ഡിസിപ്ലിൻഡ് ആക്കി കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ മനസ്സ് എത്ര സമയം എവിടെ വേണോ അവിടെ നിർത്താനുള്ളതായിട്ടുള്ള ഏകാഗ്രത നേടാനും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചുവെങ്കിൽ മൻ ജീത്തേ ജഗത് ജീത്ത് എന്നാണ് പറയുന്നത്. മനസ്സിനെ ജയിക്കുന്നവർ ജഗത്തിനെ ജയിക്കുന്നു. ഈ പഞ്ചതത്വങ്ങളുടെ പ്രകൃതിയും ഈ പഞ്ചതത്വങ്ങൾ കൊണ്ടാക്കി ശരീരമാകുന്ന പ്രകൃതിയും ഇതിലെ ഇന്ദ്രിയങ്ങളായിരിക്കുന്ന കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക് ഇവയെല്ലാം തന്നെ നിയന്ത്രണത്തിലാകാനുള്ളതായിട്ടുള്ള പൂർണ്ണമായിരിക്കുന്ന വിദ്യയാണ് മനസ്സിനെ നിയന്ത്രിക്കുക എന്നത്. മനസ്സിനെ നിയന്ത്രിക്കാനുള്ളതായിരിക്കുന്ന ഏറ്റവും നല്ലതായിട്ടുള്ള ട്രെയിനിങ് ആണ് രാജയോഗ മെഡിറ്റേഷൻ എന്ന് പറയുന്നതും. അതുകൊണ്ട് മനസ്സിനെ ഡിസിപ്ലിൻഡ് ആക്കിക്കൊണ്ട് മനസ്സിനെ ജയിച്ച് ജഗത്തിനെ ജയിച്ച് നിങ്ങളുടെ സ്വന്തം ലോകത്തെ ജയിച്ചുകൊണ്ട് സ്വപ്നങ്ങളെല്ലാം നേടിയ വിജയിയാവട്ടെ നിങ്ങളെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.